ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാലിക് ഗ്യാരേജ് 71 എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മളൊരു വണ്ടി കിടക്കാച്ചൊരു മുതലിൽ എടുക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു റീസ്റ്റോറിങ് വീഡിയോ ഒക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അടിപൊളിയൊരു വീഡിയോ തന്നെ ആയിരിക്കും. ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് ആയിട്ട് കാണണം. ചിലപ്പോൾ ഒരു പാർട്ടായിട്ട് ഫുള്ള് എടുക്കാൻ കഴിയില്ല. അപ്പോൾ 2 പാർട്ടായിട്ടൊക്കെ ആയിരിക്കും. 2 പാർട്ടൊക്കെ ആയിട്ട് എടുക്കാനാണ് മിക്കവാറും സാധ്യത. കാരണം ഒരു വണ്ടി ഫുള്ളായിട്ട് അയച്ച് പാർട്സ് ആക്കിയിട്ടാണ് നമ്മൾ പണിയെടുക്കുന്നത്. അപ്പോൾ അത്രയും ലെങ്ത്ത് ഉണ്ടാകും. അപ്പോൾ ലെങ്ത്ത് ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് ഒറ്റയടിക്ക് ഇരുന്ന് കാണാനും ബുദ്ധിമുട്ടായതുകൊണ്ട് 2 പാർട്ടായിട്ടൊക്കെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അല്ലേ. എന്തിനാണ് സാധനം കൊണ്ടുവരാൻ പോകാൻ പറഞ്ഞില്ല, എന്താന്ന് അവനോട് പറഞ്ഞിട്ടില്ല. സംഭവം വേറെ ലെവല് സാധനം കൊണ്ടുവരാനാ പോണത്. പക്ഷെ അവനോട് എന്താന്ന് പറഞ്ഞിട്ടില്ല. എവിടേക്കാലും ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പ ചാടി കഴിഞ്ഞ പോരും. ഇപ്പൊ പെരിന്തൽമണ്ണ എത്തിയേക്ക് വയറിനൊരു ചാഞ്ചാട്ടം ഒക്കെ വന്നപ്പോ സാറിനെ വിളിച്ചപ്പോ കൊമ്പ സാറ് പറഞ്ഞു എന്നാ ഷെഫ് ടേബിൾ പോവാന്ന്. അപ്പൊ നേരെ ഷെഫ് ടേബിളില് ഫുഡ് കഴിച്ചിട്ടുള്ളൂ. ഇനി എന്ത് പരിപാടിയുള്ളൂ. ഇനിയിപ്പോൾ രാത്രി ആയില്ല. അപ്പോൾ ബസ് കയറി കഴിഞ്ഞ് ഫുഡും കാര്യങ്ങളൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ ഷെഫ് ടേബിൾ കയറിയാണ്ട് അവിടുത്തെ ഒരു സൂപ്പും അതുപോലെ ഒരു കോംബോ ഓഫറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മേടിച്ച് കഴിച്ച് ബസ് സ്റ്റാൻഡിൽ പോയി. അങ്ങനെ പെരിന്തൽമണ്ണെന്ന് തിരുവനന്തപുരം ബസ് കിട്ടി. തിരുവനന്തപുരം ബസ് കയറി ഇനി തൃശ്ശൂർ, പിന്നെ തൃശ്ശൂരിൽ നിന്ന് മുളങ്കൊടുങ്ങല്ലൂർ എത്തണം. അങ്ങനെ പൂരത്തിൻ്റെ പൂരമായ തൃശ്ശൂർ പൂരം എന്നൊക്കെ പ്രാഞ്ചേട്ടൻ പറയുന്ന തൃശ്ശൂർ നമ്മളെത്തി. അപ്പോൾ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ചങ്ക് ബ്രോ വരുന്നുണ്ട്. അത് നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചേട്ടൻ വന്നിട്ടുണ്ട്. നമ്മളെ ചങ്കിടിപ്പായ അജീഷേട്ടൻ. അപ്പോൾ നമ്മൾ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഹായ് പറഞ്ഞാണ് നിങ്ങൾ. രാത്രി ഇപ്പോൾ എത്രയായി? ഏകദേശം 11:30 അപ്പോൾ തൃശ്ശൂരെത്തി. ഇനി നമ്മൾ വണ്ടി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതാ നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തി. ഇവിടെ എവിടെയാണ് ഇത് കാണുന്ന അപ്പുറത്തെ വീടാണ്. എനിക്ക് ഇവിടെയാണ് വണ്ടി ഇരിപ്പ്. അപ്പുറത്താണ്. ഈ വീട്ടിലായിരുന്നു വണ്ടി ഉണ്ടായിരുന്നു അന്ന്. ഓക്കെ, സെറ്റ്. പന്ത്രണ്ടര അര ലേറ്റ് ഇട്ടു അങ്ങോട്ടൊന്നല്ലേ. ഇതാണിപ്പോ എനിക്ക് സർപ്രൈസ് ഇട്ട സാധനം. പിന്നത് എടുത്തിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ വണ്ടി ഇതിൻ്റെ മുൻപ് തന്നെ നമ്മൾ കണ്ട് പോയതായിരുന്നു. ഒരു വേറെ വണ്ടി നോക്കാൻ വന്നപ്പോൾ ഈ വണ്ടി കണ്ടിട്ട് പറ്റി ചോദിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അജീഷേട്ടന് വണ്ടി കണ്ടപ്പോൾ ഒരാഗ്രഹം ഒന്ന് ഓടിച്ചു നോക്കണമെന്ന്. നട്ടപ്പാതിരാക്കാണ്. ആൾക്കാർ നീച്ചെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. ആൾക്കാർ നീച്ച് അടിയിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ എഴുതി ക്യാഷൊക്കെ കൊടുത്തതിന് ശേഷം ചാവി ആയി.
മോഡല് നമ്മളിപ്പം വെല്ലിപ്പാറ കാലത്തിലെ മുതലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് പോരുകയാണ്. ചായ കുടിക്കാൻ വേണ്ടി എടുത്തയാ. അപ്പോൾ അജീഷ് ചേട്ടൻ പോവാ. അവിടെ എത്തിയിട്ട് വിളിക്കണേ ചേട്ടാ, മെസ്സേജ് അയച്ചിട്ടാ. നമ്മൾ ഇപ്പോൾ പെരിന്തൽമണ്ണ എത്തിൻ്റെ മോനെ. സത്യം പറയാലോ സാലിമ, ഇത് ഞാൻ ഇവിടെ ഓടിയെത്തുന്നൊന്നും കരുതിയിട്ടുണ്ടായില്ല. കുറേ കാലം നിർത്തിയിട്ട് വണ്ടി ഇന്നാണ് ഒരു സ്റ്റാർട്ട് ചെയ്തൊന്ന് ഓടിക്കണേ. എനിക്കൊന്നും വേണ്ട, കുടിച്ചോ. ഇനി പെരയിലെത്തി ഉറങ്ങാൻ കഴിയൂല. ഈ മൊത്തത്തിൽ ഇവന്നെ നമ്മൾ മുഞ്ചാക്കി എടുക്കണം. ഇപ്പം അന്ന് വന്നപ്പോൾ ഒരു വണ്ടി നോക്കാൻ വന്നപ്പോൾ അത് കണ്ട് ചോദിച്ചതാണ്. ഇപ്പോഴാണ് ആളെ ഓല് വിൽക്കാന്നുള്ള തീരുമാനത്തിലെത്തിയത്. അപ്പോൾ നേരെ അസിമോൻ്റെ അടുത്ത് വന്നു. അസിമോൻ എന്ന് പറയുന്നത് ഹഫ്സിനാണ് ആളെ പേര്. നമ്മൾ അസിമോനെന്ന് വിളിച്ചാൽ സഫാരി കാർസിൽ അൻഫാലിഖാൻ്റെ അനിയന് ആണ്. പിന്നെ സുധീഷ് ചേട്ടനും ഉണ്ട്. അപ്പോൾ ഓരോരോ ഐഡിയകൾ പറഞ്ഞുതരാണ്. പിന്നെ അസിമോൻ്റെ 2-3 തള്ളും കേട്ട് നേരെ വർക്ക്ഷോപ്പ്. അപ്പോൾ അതാ നമ്മൾ വർക്ക്ഷോപ്പിലെത്തി, നാട്ടിലെത്തി. ഇന്ന് രാവിലെ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ തൃശ്ശൂരിൽ നമ്മൾ നാട്ടിലെത്തി. നമ്മൾ ചെറുക്കിന് കുറച്ച് പണികളൊക്കെ ഉണ്ട്, ചെറിയൊരു ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി അടിപൊളിയാക്കി. മെക്കാനിക്കൽ എന്തൊക്കെ പണിയുണ്ടെന്ന് നമ്മളെ സേഫ് കുട്ടൻ നോക്കി പറഞ്ഞുതരും. നമ്മളെ സേഫിൻ്റെ വർക്ക്ഷോപ്പ് ചെറിയ ഓയിൽ ലീക്ക് ഉണ്ട്. പിന്നെ മൊത്തത്തിൽ ഇവനൊന്ന് പാർട്സ് ആക്കണം. ഫുള്ള് ഐസ്, ഫുള്ള് നിക്കിൾ ചെയ്ത് മാറ്റാലൊക്കെ മാറ്റി കിടക്കാക്കണം ഇൻഷാ അല്ലാഹ്. നമ്മളെ സീറ്റൊക്കെ ഊരി കുട്ടപ്പനാക്കി വെച്ചേക്കണു. ടാങ്കുമാരെ ഊരാണ്ടല്ലേ, ഊരിക്കളന്നാ. വെള്ളം എടുത്തിട്ട് ഇനി എഞ്ചിൻ അയച്ചാണല്ലേ, എഞ്ചിൻ ഇറക്കണല്ലേ. എന്നിട്ട് പാക്കിംഗ് ഒക്കെ മേടിച്ചോണ്ട് വരില്ലേ ഇനി നമ്മൾ കുട്ടപ്പനാക്കി ഇറക്കും. അപ്പോൾ ഏകദേശം പാർട്സ് ആക്കി ഒരു സിനിമ ഡയലോഗൊക്കെ പറഞ്ഞ് വെടിയൊക്കെ വെച്ചിങ്ങാണ്ട് വണ്ടിക്ക് ഓരോ പാർട്സുകളായിട്ട് ഇങ്ങനെ കൊണ്ടുപോയി വെക്കുകയാണ്. ഇപ്പോൾ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ചെയ്സ് കയറ്റാനും ബുദ്ധിമുട്ട് വരും. അപ്പോൾ ആദ്യം ചെയ്സ് കയറ്റിയിട്ട് ബാക്കിയുള്ള കയറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ചെയ്സ് ആ തലക്കണ് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള പാർട്സൊക്കെ നമുക്ക് അതിൻ്റെ ബാക്കിൽ വെക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഇത് ലാസ്റ്റ് വെക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഓരോ പാർട്സുകൾ പെയിൻറ്റിങ്ങിനുള്ളത് പെയിൻറ്റിങ്ങിനും നിക്ലിങ്ങിനൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കയറ്റുന്നത്. അതിൻ്റെ മുന്നേ തന്നെ ഈ ചെയ്സൊക്കെ പറഞ്ഞാൽ നല്ല കുറേ കാലം ഇട്ട വണ്ടിയല്ലേ, അതുപോലെ തന്നെ കുറേ കാലം ഉപയോഗിച്ച വണ്ടിയല്ലേ. അപ്പോൾ ഗ്രീസ് ഉണ്ട്, ചളിയുണ്ട്, നല്ല മണ്ണൊക്കെ കുത്തി കെട്ടി കിടക്കുന്ന പോലെ ഉണ്ട്, കട്ടയായി കിടക്കുന്ന പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് നല്ല വൃത്തിയിൽ ഡീസലൊക്കെ ഇട്ടുങ്ങാണ്ട് സർവീസൊക്കെ ചെയ്ത് കുട്ടപ്പനാക്കിയിട്ട് വേണം പെയിൻറ്റിങ്ങിന് കൊടുക്കാൻ. അപ്പോൾ നേരെ സർവീസ് സ്റ്റേഷനിലേക്കാണ് ഇനി നമ്മൾ പോകണം കേട്ടോ. എനിക്ക് ചില സാധനങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാനുണ്ട് വേണ്ടാത്തത്. അപ്പോൾ അവിടെ എന്താ തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പാർട്സുകൾ, ഇപ്പോൾ പെയിൻറ്റിങ്ങിനുള്ള പാർട്സുകൾ ഒരു പെട്ടിക്കാക്കുക, അല്ല നിക്കിളിങ്ങിന് കൊടുക്കാനുള്ളത് വേറെ പെട്ടിയാക്കി. നെറ്റ് ബോൾട്ട് ഒക്കെ ഉണ്ടാവുമല്ലോ, ചില നെറ്റും ബോൾട്ടും അതിൻ്റെ ഓരോ സാധനങ്ങളൊക്കെ, ചില നിക്ലിങ് ക്രോം ഫിനിഷ്, നിക്ലിങ് എന്ന് പറയുന്നത് ക്രോം ഫിനിഷിന് പറയുന്നത് കേട്ടോ. നമ്മളിവിടെയൊക്കെ നിക്ലിങ് എന്നാണ് പറയുക. അപ്പോൾ ഈ ക്രോം ഫിനിഷ് ചെയ്യാനുള്ളതൊക്കെ വേറെ വെച്ചിട്ട്, അല്ലാതെ പെയിൻറ്റിങ്ങിനുള്ള സാധനങ്ങളൊക്കെ വേറെ വെച്ചിട്ട് അങ്ങനെ ഓരോന്ന് വേർതിരിച്ചാണ് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവിടെ പോയിട്ട് ബുദ്ധിമുട്ടും. അപ്പോൾ ഇപ്പം തന്നെ വേർതിരിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഓരോന്ന് വേർതിരിച്ച് പെയിൻറ്റിങ്ങിനുള്ളത് വേറെ പെട്ടിയിലും നിക്കിളിങ്ങിനുള്ള വേറെ പെട്ടിയിലൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുക. അപ്പോൾ നമ്മളെ മുതലിൻ്റെ എൻജിൻ ഇത് അയച്ചു വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ നിങ്ങൾ. പിന്നെ ആ ബ്രേക്ക് ലൈറ്റ്, ആ സാധനം പെയിൻ്റ് അടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ ബ്രേക്ക് ലൈറ്റ് ഊരിയാണ് ചെക്കന്മാരിനി. വണ്ടീൻ്റെ വയറിംഗ് കിറ്റ് കാര്യങ്ങളൊക്കെ ഒരു ബോക്സിലാക്കി വെക്കുക. പിന്നെ നമ്മളെ കുറച്ച് സാധനങ്ങൾ നമുക്ക് ഇനി വേണ്ട സാധനങ്ങൾ കുറച്ചുണ്ടല്ലോ. അതുപോലെ നമ്മളെ ചെയിൻ കവർ ആട്ടോ അപ്പോൾ എടുത്ത് വെച്ചത്, പെയിൻ്റ് അടിക്കാനുള്ളത് മാറ്റി വെച്ചതാണ്. ചെയിൻ കവർ, അതുപോലെ സ്റ്റേ, അതുപോലെ ബ്രേക്കിൻ്റെ റാഡ് കാര്യങ്ങൾ, സോക്കാപ്സർ നിക്കിൾ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ പെയിൻ്റ് അടിക്കാനുള്ളതൊക്കെ ഒരു ബോക്സിലാക്കി. ഒക്കെ നമുക്ക് പെയിൻറ്റിങ്ങിനുള്ള സാധനങ്ങൾ, ഇതൊക്കെ ചില സാധനങ്ങൾ നിക്കിളിങ്ങിനുള്ളത് അതൊക്കെ വേറൊക്കെ തിരിച്ചിങ്ങാണ്ടേ നെട്ടും ബോൾട്ടുമാണ് ആ കവറിൽ. അതൊക്കെ ഇനി നിക്കിളിങ്ങിനുള്ള പെട്ടിക്ക് ഇടാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വേർതിരിച്ച് ആ പെട്ടിയിലാക്കിങ്ങാണ്ട് നേരെ നമ്മളെ വണ്ടിക്ക് കൊണ്ടുപോയിടുകയാണ്.
അപ്പോൾ ബാക്കിൽ ആ ബ്രേക്ക് ലൈറ്റ് കൊടുക്കുന്ന മകടി ബ്രേക്ക് ലൈറ്റ് അയച്ചണം, അല്ലാന്നുണ്ടെങ്കിൽ പെയിൻ്റ് അടിക്കുമ്പോൾ അതും ആവും. അപ്പോൾ നമ്മളെ ചെറുക്കം അത് അയക്കുകയാണ്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരികയാണ്. അതേപോലെ തന്നെ ചെയ്യേണ്ട പണികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഐഡിയകൾ പറഞ്ഞു തരാണ് നമ്മളെ യാസീന്, നമ്മളെ ചങ്കാണ്. എന്തൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റ് പറഞ്ഞു തരും നമ്മളെ ചെറുക്കന്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ബുള്ളറ്റിനെ നമ്മൾ പീസാക്കി ഇതാ നമ്മളെ വണ്ടിൻ്റെ ബാക്കിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അടിപൊളിയാക്കിയിട്ട് നമ്മൾ കിട്ടിക്കാച്ചിയാക്കിയിട്ട് ഇൻഷാ അല്ലാ ഇറക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് പറ്റട്ടെ ആമീൻ. പിന്നെ ഇത് ഒറ്റ പാർട്ടായിട്ട് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് 2 പാർട്ടൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എല്ലാ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ തന്നെ കാണണം. ഇതിപ്പോൾ ഏത് പാർട്ടിലാണ് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. കുറച്ച് ഒരു പാർട്ടിൽ, മറ്റേത് വേറൊരു പാർട്ടിലായിട്ടാണ് ഇടുക. അപ്പോൾ ഏകദേശം നമ്മളെ വണ്ടി പീസാക്കി എന്താ പെയിന്റിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാനും അതുപോലെ നിക്ലിങ്ങിനുള്ളത്. നിക്ലിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് നിക്ലിങ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് മനസ്സിലാവില്ല. ചേട്ടൻ കൈ മാറ്റിക്കണം, അല്ലെങ്കിൽ സൗണ്ട് ചിലപ്പോൾ കുറയും. അപ്പോൾ നിക്ലിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില ഏരിയകളിൽ പ്ലേറ്റിങ്, നമ്മൾ ഈ തെളുക്കല്ല സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മളവിടെ നിക്ലിങ് എന്ന് പറയാം, ചിലയിടത്ത് പ്ലേറ്റിങ് എന്നൊക്കെ പറയാം. അപ്പോൾ അതൊക്കെ ചെയ്യണം. അയ്യോ പട്ടി വട്ടം ചാടി. അപ്പോൾ അതൊക്കെ ചെയ്യണം. പെയിന്റിങ്, ഒരു അടിപൊളി പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മളൊരു 3-4 കളർ നമ്മളൊരു മനസ്സിലുണ്ട്. അതിൽ ഒരു കാപ്പി കളറും, പിന്നെ ഒരു പിസ്ത പച്ച കളറ്, അതുപോലെ ഒരു വെണ്ണൂറ് കളർ ഗ്രേ കളർ എന്ന് പറഞ്ഞൊരു ഗ്ലോസി ഗ്രേ കളറാണ്. അപ്പൊ ഈ 3 കളറാണ് ഇപ്പൊ ഒരു പഞ്ചം ആ വിന്റേജ് കാറ്റഗറിയിൽ അന്ന് വന്ന കളർ തന്നെ അടിക്കണം എന്നാണ് ആഗ്രഹം. അപ്പൊ ആ കളർ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അന്ന് ഇറങ്ങിയ കളറുകളിൽ മാച്ച് ആയിട്ടുള്ള കളറുകൾ തന്നെയാണ് നമ്മൾ നോക്കുന്നത് ഇൻഷാ അല്ലാ. അപ്പോൾ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരൊറ്റ പാർട്ടായിട്ട് വെക്കണം, അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് വരും. അപ്പോൾ കാണാൻ ചിലപ്പോൾ ചടപ്പായിരിക്കും. അപ്പോൾ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇനി വീഡിയോ പെയിന്റ് ചെയ്യുന്നത് അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക, കാണാൻ മറക്കരുത്, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ റീസ്റ്റോറിങ്ങിന്റെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് നമ്മളെ ചാനലിൽ വരും. അപ്പോൾ പുതിയ ഇനി അടുത്തൊരു പുതിയ വീഡിയോ ഇതിന്റെ തന്നെ സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങളെ സപ്പോർട്ടും അതുപോലെ നിങ്ങളെ സഹായവും നമ്മളെ കുറവുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോഴാണ് നമുക്ക് നല്ല നല്ല വീഡിയോ ഉഷാറാക്കി എടുക്കാൻ കഴിയും. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്തതിന്റെ സെക്കൻഡ് പാർട്ടിൽ കാണാം. ഓക്കെ, ബൈ.